ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യനെ അള്ളാഹു പാഠം പഠിപ്പിക്കാൻ ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യനെ അള്ളാഹു പാഠം പഠിപ്പിക്കാൻ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് അള്ളാന്റെ സ്മരണ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇല്ല, അള്ളാഹ്ക്കിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാന്റെ ഒരു പേരാണ് ഗനിയ്. ആരുടെ ഒരു ആവശ്യം അവനില്ല. അള്ളാഹുവിന്റെ ഒരു പേരാണ് മുഗ്നി. എല്ലാവരെയും നിർവാഹമാക്കാൻ കഴിവുള്ളവൻ അള്ളാഹു. നമ്മൾ ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ അള്ളാഹ് അല്ലാതെയോ? അള്ളാഹുവിന് ഇതൊന്നും വേണ്ട. വല്ലാഹു ഗനിയുൻ. ഖുർആൻ പറഞ്ഞതാ, ആരുടെ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. നമ്മുടെ ഡ്യൂട്ടി അത്. നമുക്കൊരു കടപ്പാട് പടച്ചവനോടുണ്ട്, നമുക്ക് വേണി ചെയ്താൽ മതി. അള്ളാഹു ഗനിയാണ്. അവൻ പ്രതിഭാസങ്ങളെ ഭൂമിയിലേക്ക് വിടുന്നത് എപ്പോഴാ? മനുഷ്യനൊന്ന് ചിന്തിക്കാൻ വേണ്ടി. കാരുണ്യവാനായ അള്ളാഹു ചിലയിടത്തൊന്ന് കുലുക്കും, ചിലയിടത്ത് അള്ളാഹു വെള്ളപ്പൊക്കം കൊടുക്കും. ചിലയിടങ്ങളിലല്ല, എല്ലാ ഇടങ്ങളിലും കൊറോണ വ്യാപിച്ചു. മനുഷ്യൻ എന്നിട്ട് നന്നാവുന്നില്ല. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഒരു സഹോദരൻ ചോദിക്കാം, നമ്മുടെ പള്ളിയിലെ 2500-3000 ആളുകൾ ജുമുഅക്ക് പങ്കെടുക്കാൻ സാധ്യതയുള്ള ഒരു വിശാല വിസ്തൃതിയിൽ അത്ര പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നതല്ല, എന്താ ഇപ്പൊ തിരക്കില്ലാത്തത്? എന്താ ഇപ്പൊ തിരക്കില്ലാത്തത്? ആകെ ഇപ്പൊ തിരക്കുണ്ടെന്ന് പറഞ്ഞ ഒരു വാർത്ത കേട്ടത് ശബരിമലയിൽ മാത്രമാണ്. അതൊരു വിചിത്രമായി തോന്നി. ഒരു ക്രൈസ്തവ സഹോദരൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവരുടെ ആരാധനാലയത്തിലും കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ആണുങ്ങളില്ല. എന്തുകൊണ്ട്? കൊറോണ വന്നതോടുകൂടെ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊറോണ വന്നപ്പോ ഒരുപാട് സാമൂഹിക നഷ്ടങ്ങൾ. വ്യക്തികൾ പലരും പലയിടങ്ങളിലും മരിച്ചുപോയി. മനുഷ്യ ജീവിതത്തിന്റെ ഒരുപാട് നഷ്ടങ്ങളുടെ കൂട്ടത്തില് ആരും എണ്ണിപ്പറയാത്ത ഒരു വലിയ നഷ്ടമുണ്ട്. ലജ്ജ എന്ന് പറയുന്ന നഷ്ടം. അത് ആരും കണക്കൂട്ടിയിട്ടില്ല. നമ്മളൊക്കെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ച് മഗ്‌രിബിന്റെ നേരത്ത് എതിരെ ഇങ്ങോട്ട് പറയാം, അസ്സലാമു അലൈക്കും. അവൻ നിസ്കരിക്കേണ്ട ആളായിരിക്കും, എന്തായാലും അസ്സലാമു അലൈക്കും പറഞ്ഞു. മുപ്പരം കട പോണത് മുപ്പരം കട. ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ വാങ്ങിക്കൊളിച്ചപ്പോ പള്ളിയിലേക്ക് പോവാ. അപ്പൊ മുപ്പരൻ ആ നേരത്ത് അസ്സലാമു അലൈക്കും. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും പറയാണ്ടാണ് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നവർ തന്നെ ഈ ഇരുട്ടത്ത്, പ്രത്യേകിച്ച് മഗ്‌രിബിനാണെങ്കിൽ ആ പഹയൻ നിസ്കരിക്കാണ്ട് പോണ എന്താന്നാ ചിന്തിക്കൂല. അസ്സലാമു അലൈക്കും. അങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ലജ്ജല. അതിപ്പോ എല്ലാവർക്കും പള്ളി പോയില്ല വെച്ചൊന്നും ഇപ്പൊ കുഴപ്പമില്ലെന്നേ. ഇബാദത്തുകൾ കുറഞ്ഞു, മജ്ലിസുകൾ കുറഞ്ഞു. ആളുകൾ മജ്ലിസ് എന്ന് പറഞ്ഞപ്പോ അതിന് മൈക്ക് കിട്ടണമെന്നില്ല. ഒരു വീട്ടിലിരിക്കുന്ന ജൽസകൾ, ഒരു വീട്ടിലിരിക്കുന്ന സംഗമങ്ങൾ, അമലിന് വേണ്ടി ഒത്തുകൂടാ, ദിക്ർ ചൊല്ലാൻ ഒത്തുകൂടാ, എല്ലാം കുറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദിക്ർ ഈ ഭൂമിയിലില്ലെങ്കിൽ ഈ ഭൂമിയില്ല. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകം അത് അല്ലാഹുവിന്റെ ദിക്റാണെന്ന് പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖല്ലാഹുസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. സൂറത്തുൽ അൻകബൂത്ത്. ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു പടച്ചു. അതിലൊക്കെ ചിന്തിക്കുന്നവന് അള്ളാനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഖുർആൻ. അതിലൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അള്ളാനെ കണ്ടെത്താൻ കഴിയും. ഇമാം ഗസാലിയുടെ മുക്കാസഫയിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ചുമന്ന മണ്ണുള്ള ഒരിടത്ത്, പുതിയ മണ്ണ്, പുതുമണ്ണ്, ചുമന്ന മണ്ണ് ഇളകി മറഞ്ഞു കിടക്കുന്ന ഒരിടത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു ടെന്റ് കെട്ടി. ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. നല്ല വെയിലുണ്ട്, ഒരു തുറന്ന സ്ഥലം, ചുവന്ന മണ്ണ്. അവിടെ മഹാനായ ദാവൂദ് നബി ഒരു ടെന്റ് കെട്ടി. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ മഹാനവറുകൾ ഇബാദത്തിന് വേണ്ടി ഇരിക്കാണ്. അപ്പോഴുണ്ട് ഒരു പുഴു ഇങ്ങനെ ഞൊളഞ്ഞൊളഞ്ഞങ്ങനെ പോവാ. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് നോക്കിയപ്പോ ചിരി വന്നു. പടച്ചോനെ, ഇപ്പൊ ഇതിനൊക്കെ പഠിച്ചിട്ട് അള്ളാഹുവിന് ഇപ്പൊ എന്ത് കിട്ടാനാ?
ഒരു പുഴു ഇങ്ങനെ പോണു. ദാവൂദ് നബി കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അല്ലാഹു എന്തിനപ്പോ ഇതിനൊക്കെ നീ പഠിച്ചത്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയും ഇങ്ങനെ ചെറിയൊരു പ്രാണി ഇങ്ങനെ പോണാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ് പോകുമ്പോൾ അള്ളാഹ്ക്ക് എണ്ണ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ അംഗൻവാടിയുടെ പിള്ളേർക്ക് പറയാൻ കേട്ടിട്ടുണ്ട്. മദ്രസയിലൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പറയും ഒരു ചെറിയ ജീവി ഇങ്ങനെ പോകുമ്പോൾ ആ ജീവി അള്ളാഹുവിന് എണ്ണ കൊണ്ടുപോകണമെന്ന്. ആര് പറയും? വലിയവരല്ല, കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട അങ്ങനെയൊക്കെ? ജാറത്തിലേക്ക് എണ്ണ ഉണ്ടോ? അങ്ങനെ ഉണ്ട് ചില ജീവികൾ ഇങ്ങനെ പോകുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ എന്തപ്പോ ഇതിനൊക്കെ പഠിച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഉറുമ്പ് നമ്മൾ തന്നെ ശരിക്കും കണ്ടിട്ടില്ല. ഒരു വലിയ ലെൻസ് വെച്ച് ഒരു ഇലക്ട്രിക് ഉപകരണത്തിന്റെ സാന്നിധ്യത്തില് ഒരു ഉറുമ്പിന്റെ മുഖം കണ്ടപ്പോ ഞെട്ടിപ്പോയി. അത്രയും ഭീകരമായ തീവ്രമായ ഒരു ഗൗരവം സ്ഫുരിക്കുന്ന മുഖമാണ് ഉറുമ്പിന്റെ മുഖം. കോടാനുകൂടി ഉറുമ്പ് എവിടെ നോക്കിയാലും ഉണ്ടാവും, എവിടെയും ഉണ്ടാവും ഒരു ഉറുമ്പ്. അവരിപ്പോ ഒരു സ്ഥലത്ത് ഒരു ഉറുമ്പ് അടങ്ങി നിൽക്കണം നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? ഉറുമ്പ് ഇങ്ങനെ പോവാനെ, ഒരു ഉറുമ്പ് അടങ്ങി നിൽക്കണം. അങ്ങനെ ഉണ്ട്, ആ ഉറുമ്പിന് കംപ്ലൈന്റ് ഉണ്ട്. ഉറുമ്പ് ഇങ്ങനെ പോവാനെ. അതെന്തുകൊണ്ട്? അള്ളാഹു എന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട്. റബ്ബിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ ഒരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞത്, ഉസ്താദേ ഈ തെങ്ങൊക്കെ മുകളിലേക്ക് പോയതൊരു അനുഗ്രഹല്ലേ? ശരിയാ. തെങ്ങൊക്കെ സൈറിലേക്കാണ് പോണേ, എന്ത് ചെയ്യും? തേങ്ങയും വേണം, വീടും വെക്കണം, രണ്ടും കൂടി നടക്കുവോ? തെങ്ങൊക്കെ സൈറിലേക്കാ പോണെങ്കിലോ? ഫോട്ടോട്രോപ്പീസ് ഉണ്ട്, പ്രകാശ സംശ്ലേഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആകാശത്തേക്ക് തെങ്ങ് പോയി എന്നൊക്കെ പറയേണ്ടി. അതൊക്കെ പിന്നെ പറഞ്ഞതാ. തെങ്ങൊക്കെ സൈറിലേക്കാ പോണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വലിയ മാവ് സൈറിലേക്കാ പോണേ, എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനിപ്പോ അങ്ങടെ പോണേ, അതിന്റെ വേരൊക്കെ അടിയിലേക്കാ പോയത്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ സുനകൾ. ദാവൂദ് നബി ചോദിച്ചു, പഠിച്ചോനെ ഇതിനൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? നമുക്ക് ചില സമയത്ത് ചില ആൾക്കാരെ കാണുമ്പോൾ തോന്നാറുണ്ട്, എന്ത് ഇവനൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅന. ഈ ഭൂമിയിലുള്ളൊക്കെ നമുക്ക് ഗുണത്തിന് വേണ്ടിയാ. എന്താ ഗുണം നമുക്കറിയില്ല, നമുക്ക് അത് അറിയില്ല. ദാവൂദ് നബിയുടെ ഈ സംസാരം ആ ജീവി കേട്ടു, ആ പുഴു കേട്ടു. തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലുന്ന പണിയാണ് എനിക്കുള്ളത്. വൈകുന്നേരം മുതൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലല എന്റെ ഡ്യൂട്ടി. അതാ മനസ്സിലായില്ല? എല്ലാം വള്ളിച്ചെടികളും വലിയ വൃക്ഷങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഒന്നും ഇവിടെ പാഴല്ല. ഈ ഭൂമിയിൽ അള്ളാഹു ഒന്നിനെയും പടച്ചിട്ടില്ല. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ഒരാൾ ഇങ്ങനെ ചിന്തിച്ചാൽ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ളതാണ്. ചിന്തിക്കുന്നവരാരാ? ബുദ്ധിയുള്ളവരാരാ? അവരെ പറ്റി ഖുർആൻ പറയുന്നു, الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من نصير. ചിന്തിക്കുന്നവർ, ബുദ്ധിയുള്ളവർ ആരാണെന്നറിയുമോ? എല്ലാത്തിലും അള്ളാഹനെ കണ്ടെത്തുന്നവരവര്. അവസാനം അവര് വിളിച്ചു പറയും, അള്ളാഹുവേ, ഈ കാണുന്നതിനെ ഒന്നും നീ വെറുതെ പടച്ചതല്ല, ഈ കാണുന്നത് ഒന്നും നീ വെറുതെ പടച്ചതല്ല അല്ലാഹ്. റബ്ബിന് ഓരോന്നിലും ഓരോ ദൃഷ്ടാന്തമുണ്ട്. ഖുർആന്റെ ആയത്ത് പറയുന്നു, ഈ കാണുന്നതിൽ മുഴുവനും അല്ലാഹനെ കണ്ടെത്താനുണ്ട്. നബിയെ, അങ്ങേക്ക് വഹയ അറിയിക്കുന്ന കാര്യങ്ങൾ അങ്ങ് സമൂഹത്തിൽ പാരായണം ചെയ്ത് അറിയിക്കണേ നബിയെ. നിസ്കാരത്തെ കൃത്യസമയത്ത് നിർവഹിക്ക് നബിയെ. കൃത്യസമയത്ത് നിർവഹിക്കുന്ന നിസ്കാരം കൊണ്ട് കിട്ടുന്ന നേട്ടം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ. ആ മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയൂല നബിയേ.
കൃത്യസമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് മനുഷ്യനിൽ തെറ്റ് കുറയുമെന്ന് ഖുർആൻ. അല്ലാഹു പറയുന്നു, വലദിക്റുല്ലാഹ്, എവിടെയും റബ്ബിനെ കുറിച്ചുള്ള സ്മരണയുണ്ടോ അക്ബർ, അതാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹനെ വിഡ്ഢിയാക്കാൻ നോക്കേണ്ടതില്ല. ഈ ആയത്തിൽ പറഞ്ഞത് അള്ളാന്റെ സ്മരണ ഏറ്റവും വലുതാ. സമയത്തിന് നിസ്കരിക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പറ്റൂല, അവന് തെറ്റ് ചെയ്യാൻ കഴിയൂല. മോശമായ കാര്യങ്ങൾക്ക് നിസ്കാരം തടസ്സമായി നിൽക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമുക്ക് വിഷമം വരുമ്പോ നല്ല ഈമാൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടല്ലോ. നല്ല സങ്കടം വരുമ്പോ ഈമാൻ കൂടും, നല്ല സങ്കടം വരുമ്പോ ഈമാൻ കൂടും. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഖുർആൻ പറയുന്നു, മനുഷ്യൻ കള്ളനാണ്, കള്ളത്തരം മനുഷ്യന്റെ കയ്യിലാണ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്, നന്ദി കേടവന്റെ കൂടെ പിറപ്പാണ്. മനുഷ്യൻ പരാജയമാണ്, പരാജയം അവന്റെ അടിസ്ഥാനമാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദിയില്ലാത്തവനാ. നന്ദിയില്ല. ജനങ്ങൾ പറയാറുണ്ട് അവനൊരു നന്ദിയില്ല. ജനങ്ങളോട് ജനങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ ആ നന്ദികേട് അള്ളാഹുവിനോടുള്ള നന്ദികേടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹിനോട് നന്ദിയില്ലാത്തവനാ. നന്ദി വേണം, കിട്ടിയാൽ വലിയ കിട്ടല. 4 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അതൊരു വല്ലാത്ത കിട്ടല. സയ്യിദുനാ റസൂലുള്ളാഹി അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറയദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ഖൈറും കിട്ടാൻ ഈ 4 എണ്ണം കിട്ടിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ഖൈറും കിട്ടും, ഈ 4 എണ്ണം കിട്ടിയാൽ മതി. ദുനിയാവും രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. ഒന്നാമത്തേത് ലിസാനുൻ ദാകിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവ്. ദിക്ർ ചൊല്ലുന്ന നാവ് 24 മണിക്കൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയാണോ? അല്ല. അല്ലാഹ്ക്ക് പൊരുത്തമുള്ളത് പറയുന്നത്, അല്ലാഹ് കൂലി തരുന്നത് മാത്രം. ആ രീതിക്ക് നാവിനെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ നേട്ടങ്ങളും കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിഷ്കാത്തിലുണ്ട് ഹദീസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുർമുദിയിലുണ്ട് ഹദീസ്, സുഹൈഹിന്റെ കിതാബുകളിലുണ്ട് ഈ ഹദീസ്. 4 കാര്യം കിട്ടിയ എല്ലാ ഖൈറും കിട്ടി. എവിടുത്തെ? ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ഒന്ന് ലിസാനുൻ ദാകിർ, അല്ലാഹനെ ഓർത്ത് വർത്താനം പറയണ നാവ്. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ പറയൂ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പറയൂല. ആ രീതിക്ക് നാവിനെ പരിശീലിപ്പിച്ച. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്കൊക്കെ ഷർട്ടിന് പോക്കറ്റ് ഉണ്ട്, നമ്മുടെ വലത്തെ കയ്യാ. ഒരാൾ ചോദിക്കാണ്, ഇക്ക ഒരു 50 രൂപക്ക് അല്ല ഒരു 100 രൂപക്ക് ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു 100 രൂപ താഴെ, എന്തൊരു ആവശ്യം നമ്മൾ പോക്കറ്റിൽ കൈ ഇടണ്ടോ? സ്വാഭാവികമായിട്ട് ഏത് കൈയാ പോക്കറ്റിലേക്ക് ആദ്യം ഇടാ? വലത്തെ കൈ ഇടാൻ വേണ്ടിട്ടാണ് ഇടത്തെ സൈഡിൽ പോക്കറ്റ് വെച്ചത്, അല്ലേ? വലത്തെ കൈ ഇടത്തെ കൈ പോക്കറ്റ്, ഇടത് വശത്തെ പോക്കറ്റ് വെച്ച് വലത്തെ കൈ ഇടാൻ വേണ്ടിട്ടാ. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പോക്കറ്റിനോട് അടുത്ത് നിൽക്കണ കൈ ഏതാ? ഇടത്തെ കൈ. എളുപ്പപ്പണി എടുക്കണ മനുഷ്യനാണ് നമ്മള്, എളുപ്പപ്പണി എടുക്കണ മനുഷ്യന്മാരാണ് നമ്മള്. എളുപ്പപ്പണിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ശാസ്ത്രം. ഇടത്തെ കൈ കൊണ്ട് പോക്കറ്റിൽ എടുക്കുന്നത് വളരെ ചുരുക്ക. എന്തുകൊണ്ട്? ഈ വലത്തെ കൈ ഇപ്പൊ അത് ചെയ്ത് പഠിച്ചു. എന്റെ വെല്ലുപ്പ ഇടത്തെ കയ്യനുമാണ് വലത്തെ കയ്യനുമാണ്. എന്തെങ്കിലുമൊക്കെ വെട്ടി മുറിക്കാൻ നേരത്ത് വലത്തെ കൈക്ക് കുറെ നേരം വെട്ടിട്ട് ഇടത്തെ കൈക്കും വെട്ടു. 2 കൈ ഒരുപോലെ വഴങ്ങണ ആളാ. പക്ഷെ ചോറ് കഴിക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ട് ആരും പറയാൻ വേണ്ട, ഓർമ്മപ്പെടുത്തും വേണ്ട, മറന്നും പോവില്ല. എന്താ ചെയ്യുള്ളൂ? ഏത് കൈ ആദ്യം പോവാ? വലത്തെ കയ്യേ പോവുള്ളൂ. എന്തുകൊണ്ട്? ആ അവയവത്തെ അങ്ങനെ പഠിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് 1 എന്ന് വരച്ചെഴുതാ എന്നത്, അല്ലെങ്കിൽ 2, 3 ഇങ്ങനെ എഴുതാൻ പറ്റും. ഏറ്റവും എളുപ്പം 1 എഴുതലാം. നമ്മൾ ഇടത്തെ കൈക്ക് എഴുതുന്ന ശീലമില്ല, സ്വാഭാവികമായിട്ട് വലത്തെ കൈക്ക് എഴുതുള്ളൂ. ഇടത്തെ കൈക്ക് നമ്മൾ 1 എഴുതാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തോട്ടിക്കോല് പോലെ നീണ്ടുപോകും, അളവും തൂക്കമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല.
നമ്മുടെ പേര് പോലും നമുക്ക് ഇടത്തെ കൈക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്തിനേറെ പല്ല് തേക്കാൻ വലത് കൈ ഉപയോഗിക്കുന്നു, ഇടത്തെ കൈ നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ പാടില്ലാത്തതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വലത് കൈയിൽ ശീലിച്ചതാണ്. വലത്തെ കൈക്കാ ചെയ്യേണ്ടത്, പുണ്യമാണ് പല്ല് തേക്കല്. വലത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടു, ഇടത്തെ കൈക്ക് ഇത്തിരി പാടാ. അത് ആ സമയത്ത് ഓർമ്മ വരും. പ്ലാസ്റ്റർ ഇട്ട് പിറ്റേന്ന് കാലത്ത് ഓർമ്മ വരുള്ളൂ ഇത് ഇനി പല്ല് തേക്കണം എങ്ങനെയാന്ന്. ചിലപ്പോൾ സഹായം തരേണ്ടി വരും. ഇത് ഒരു അവയവത്തിന് നമ്മൾ കൊടുത്ത പരിശീലനമാണ് എങ്കിൽ പരിശീലനം കൊണ്ട് നമ്മുടെ നാവിനെ അള്ളാന്റെ ദിക്റില് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ ദുനിയാവിന്റെ ഖൈറും കിട്ടി, ആഖിറത്തിന്റെ ഖൈറും കിട്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് ഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള മനസ്സുണ്ടാവാ. രണ്ടാമത്തേത് നന്ദിയുള്ള മനസ്സാണ്. മൂന്നാമത്തേത് വബദനുൻ അലൽ ബലാഇ സാബിറുൻ, അള്ളാഹു തരുന്ന ബുദ്ധിമുട്ട് അല്ല തന്നതാണെന്ന് വെച്ച് വേദന സഹിക്കുമ്പോ ഈ വേദനക്ക് അല്ല കൂലി തരുമെന്ന ചിന്തയോടുകൂടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് ശരീരത്തിന് അതിന് പറ്റുന്ന രീതിയിലേക്ക് പരിശീലിപ്പിച്ച് അള്ളാഹു തരുന്ന ബലാ മുസീബത്തുകൾക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ശരീരമാണോ, വേദന തിന്നാൻ കഴിവുള്ള ശരീരമാണോ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന നേട്ടം അവന് കിട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തേത് വസൗജത്തുൻ ലാ തബ്ഗീഹി ഖൗനാ ഫീ ജസദിഹാ വഫീ മാലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. തന്റെ അസാന്നിധ്യത്തിൽ തന്നെയോ തന്റെ സമ്പത്തിനെയോ വഞ്ചിക്കാത്ത ജീവിത പങ്കാളി, സത്യസന്ധനായ ജീവിത പങ്കാളി, സത്യസന്ധനായ ഭർത്താവ്, സത്യസന്ധതയുള്ള ഭാര്യ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബി ട്രൂത്ത്ഫുൾ ടു ദ റിയൽ ലൈഫ് പാർട്ട്ണർ എന്നാണ് എയ്ഡ്സിന്റെ ഒരു പ്രതിരോധ മാർഗമായി ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ ചതിക്കാത്ത ഒരു സത്യസന്ധനായ ഒരു പങ്കാളിയെ കിട്ടിയ ഒരു ഖൈറ, ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരുടെ സ്വഭാവം നന്ദികേടാ. മനുഷ്യന്റെ അടിസ്ഥാനം പരാജയമാണ്. വൽ ഉസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്റെ അടിസ്ഥാനം പരാജയം. ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടായാൽ മനുഷ്യൻ നന്നാവും. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മവും വരണം. എന്നാൽ ആ അടിസ്ഥാനം പരാജയം എന്നതിൽ നിന്നും അവനിൽ പിന്നീട് മാറ്റങ്ങൾ വന്ന് അവൻ നന്നാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ അടിസ്ഥാനം അക്രമം, ക്രൂരത. മനുഷ്യന്റെ അടിസ്ഥാനം മൃഗീയത. മൃഗത്തെ പോലും ലജ്ജിപ്പിക്കും. മൃഗത്തെ പോലും ഒരിത്തിരി ചോറ് നമ്മൾ അങ്ങോട്ട് മുറ്റത്തേക്ക് വിതറിയിടുമ്പോഴേക്കും ഒരു കാക്ക കണ്ടാൽ അത് കരഞ്ഞ് മറ്റുള്ള കാക്കകളെ വിളിച്ചു വരുത്തും. നമ്മുടെ നാടൻ കാക്കാക്ക സ്വഭാവമല്ല ഉണ്ടോ? ഒരു നേട്ടം കിട്ടുന്നിടത്തിലേക്ക് മിണ്ടാതിരിക്കും. ഒരു നേട്ടം കിട്ടുന്നിടത്തിലേക്ക് ഈ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടൊക്കെ ആണെങ്കിൽ ആ ടാപ്പിൽ വെള്ളം വരുമ്പോൾ ഓടിപ്പോയി എല്ലാ പാത്രവും നിറച്ച് തീരാറായി കഴിയുമ്പോൾ അപ്പുറത്ത് വിട്ടാരോട് പറയും, വെള്ളം വന്നിട്ടുണ്ട് വേണിപ്പോൾ എടുത്തോട്ടോ. ഏറ്റവും ലാസ്റ്റ് പറയുള്ളൂ. ചിലപ്പോൾ 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ പറയുള്ളൂ. എന്തേ, ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാത്രം എല്ലാം നിറയാൻ ഒരു 15 മിനിറ്റ് താമസം വരും. വെള്ളം വന്നു വരുമ്പോ തന്നെ വിളിച്ചു പറയൂല. എന്തുകൊണ്ട്? മനുഷ്യന്റെ അടിസ്ഥാനം അതാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ഞാൻ ആദ്യം പറഞ്ഞു, സങ്കുചിതമായി പോവരുത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കയറണം. ഈമാന്റെ വെളിച്ചം കയറിയ അമലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം അമലാവാൻ നോക്കും. അല്ലാഹുവേ, ഞാനത് ചെയ്താൽ എനിക്ക് പടച്ചവൻ ഗുണം തരും. ഞാനിപ്പോ അത് നോക്കണില്ല. ഞാനിപ്പോ അവിടെ വരെ ഒന്ന് പോയി നിർത്തപ്പോ എനിക്കൊന്നും വരാനില്ല. അതിന്റെ കൂലി അല്ല തരും. ആ കൂലി അല്ല തരും എന്ന് പറഞ്ഞിട്ട് ഒരു ഫീ സബീലില്ല എന്നൊരു പെട്ടി വെക്കണം വീട്ടിൽ, അള്ളാന്റെ മാർഗത്തിൽ. പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടി കൊണ്ട് വെക്കണമെന്നല്ല, ഒരു പെട്ടി നമ്മുടെ മനസ്സിലാവേണ്ടത്. അത് സാരല്ല, അത് അള്ളാന്റെ മാർഗത്തില്. ഞാൻ പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ പൊരുത്തപ്പെട്ടു, അത് കുഴപ്പമില്ല, സാരല്ല. ആ രീതിക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅനാ ലിജംബിഹി. മനുഷ്യന് വിഷമം വരുമ്പോ, മനുഷ്യന് പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ അവൻ അള്ളാനെ വിളിക്കുമത്രേ. അള്ളാനെ വിളിക്കും. ദഅനാ ലിജംബിഹി,
അവന്റെ ചേർന്നിരിക്കാൻ അള്ളാനെ വിളിക്കും, അവന്റെ ഒപ്പമിരിക്കാൻ അള്ളാനെ അവൻ വിളിക്കും. ഔ ഖാഇദൻ ഔ ഖായിമ, നിന്നും കിടന്നും ഇരുന്നും അവന് കൂട്ടിരിക്കാൻ കൂട്ടുകാരനായി അവന്റെ റബ്ബിനെ വിളിക്കും. ഈ റബ്ബ് എപ്പോഴും കൂടെയുള്ളതാ. പക്ഷെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ റബ്ബ് എവിടെ എന്ന് ചോദിച്ചു വരുന്നവരോട് പറയേണ്ടത് ഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയ് നബിയേ. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി, എന്നെ വിളിച്ചു ദുആരക്കുന്നവന് ഞാൻ ഉത്തരം ചെയ്യാൻ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞേക്ക് നബിയേ. ഈ റബ്ബ് കൂടെ ഉണ്ട്, പക്ഷെ തോന്നിയിട്ടില്ല. തോന്നിയത് എപ്പോഴാ? ആസ്റ്ററിലേക്ക് റെഫർ ചെയ്തു നമ്മുടെ ഫയല്, ഇനി അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഓരോന്നിനെ പോയി കാണുമ്പോഴേ നമുക്ക് അതിന്റെ വില മനസ്സിലാവൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വലിയ അസുഖമാണെന്ന് പറയുമ്പോഴാ നമുക്ക് ഇത് എവിടെയാ ഉള്ളത്? പനി പോലെ പടർന്നു പിടിക്കുക, ചുറ്റുപാട് മുഴുവനും മാരക രോഗങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, കൊറോണ കഴിഞ്ഞ ശേഷം വ്യാപകമായി കാണുന്ന ഒരു പ്രയാസമാണ് ഹൃദ്രോഗം. അതിന് പ്രായമില്ല. ഇക്കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത ഒരു പ്രദേശത്ത് രാത്രി ഒരു വഅലിന് പോയി. വഅല് കഴിഞ്ഞ് വന്നപ്പോ 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാനുമായി സംസാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വന്നു. അദ്ദേഹം ജുമുഅ നിസ്കരിക്കാൻ പോകുന്നതിന് വേണ്ടി കുളിമുറിയിലേക്ക് കയറി. നേരത്തെ ജുമുഅക്ക് പോകുന്ന സ്വഭാവമാ. വെള്ളിയാഴ്ച ഒരു തിരക്കിലും പോവാറില്ല, ജുമുഅ ഉള്ളതല്ലേ. അന്ന് നേരത്തെ തന്നെ കുളിച്ചു. ആ കുളി പൂർത്തിയാവുന്നതിന് മുന്നേ ജുമുഅക്ക് വേണ്ടി കുളിച്ച കുളിയെ അതൊരു മയ്യിത്ത് കുളിക്കുന്ന പോലെ അവസാനത്തെ കുളി പോലെ കുളിമുറിയിൽ കുഴഞ്ഞു വീണു. പുറത്തേക്കെടുത്തത് മയ്യിത്താണ്. പെട്ടെന്ന് വന്ന അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രിയ സഹോദരൻ, ഒരു ഫൈലി എന്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. രാത്രി 8 മണിക്ക് തന്നെ മയ്യത്ത് മറവ് ചെയ്യുന്നു. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. കൊറോണ വന്നു പോയ ശേഷം രോഗങ്ങൾ പലതുമുണ്ട്. കൊറോണ പോയാലും ഒരു വലിയ മുസീബത്ത് അത് വിതറിയിട്ടാ പോയത്. ഇബ്ലീസ് വലിയ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോ ഇബ്ലീസിന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. നിസ്കാരത്തിന് ആളുകൾ കുറവ്, അമലിലേക്ക് ആളുകൾക്ക് താല്പര്യക്കുറവ്. കൊറോണ കൊണ്ടുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം നികത്തലാണ്, കച്ചവടങ്ങൾ പിടിക്കലാണ്, ആത്മീയ നഷ്ടം. ആഴ്ചകളോളം മാസങ്ങളോളം ജുമുഅ മുടങ്ങിയ ചരിത്രം നമ്മുടെ ഓർമ്മയിലില്ല, നമ്മുടെ ഉപ്പമാർക്ക് ഓർമ്മയില്ല, ഉപ്പുപ്പമാർക്ക് ഓർമ്മയില്ല. അത്രത്തോളം ആത്മീയമായ എല്ലാം നിസ്കാരത്തിന്റെ ജമാഅത്ത് അടക്കമെല്ലാം തടയപ്പെടുന്നു. ഉളുഹിയത്ത് പോലും നിയന്ത്രിക്കപ്പെടുന്നു. ഹജ്ജ് നിഷേധിക്കപ്പെടുന്നു. എല്ലായിടത്തും മനുഷ്യന് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ നന്മ പറ്റിയ ഒരു ലോകമായി പ്രപഞ്ചം മാറുന്നു. ദജ്ജാൽ വരാനുള്ള കുതിപ്പ് കൂടുന്നു. യഅ്ജൂജ് മഅ്ജൂജിന്റെ സമയമാവുന്നു. സൂറന്ന കാഹളത്തിലേക്ക് ഊതാൻ വേണ്ടി ഇസ്രാഫീൽ തയ്യാറെടുക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുറഞ്ഞ കാലമുള്ളൂ. അപ്പോഴേക്കും ആ വെളിച്ചം ഹൃദയത്തിന്റെ അകത്തേക്ക് കയറ്റാൻ നമ്മൾ ഏറെ വൈകുന്നു എന്നുള്ളതാ. ജനങ്ങൾ ഇങ്ങനെ മോശാവാ, ദുരന്തങ്ങൾ വരാ. ജനങ്ങൾ മോശാവാ, ദുരന്തം വരാ. ഒരു പ്രത്യേക ഇസം മതമാണെന്ന് പറഞ്ഞ് തുർക്കിയിലെ കുറെ പെണ്ണുങ്ങളും മതമായി സ്വീകരിച്ചു. ഒരു ഇസമാണിത്. ഒരു തലത്തിൽ ഇതൊരു രാഷ്ട്രീയമാണ്. ആ പാർട്ടിയുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇനി ഇസ്ലാം വേണ്ട, ഞങ്ങൾക്ക് ഇനി ഇത് മതി, ഞങ്ങളുടെ മതം ഇതാണെന്ന് പറഞ്ഞു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മതാശ്ലേഷണത്തെക്കാൾ കൂടുതൽ മതനിരാസമാണ്. മതനിരാസം, മതം തള്ളി പറയുന്നു, അതിന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇസ്ലാമീന്ന. എന്തുകൊണ്ട്? യുദില്ലു ബിഹി കസീറ. ഖുർആൻ ആദ്യം പറഞ്ഞത് ഇവിടുന്ന് കുറെ ആൾക്കാർ ചീത്തയായി പോവും, മതം വേണ്ടെന്ന് വെച്ച് പോകുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് മതത്തിൽ നിന്ന് പുറത്തു പോണ കാര്യ. യഹ്ദി ബിഹി കസീറ. അപ്പുറത്തൂടെ കുറെ ആളുകൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പുറത്തൂടെ ഖത്തറിൽ വേൾഡ് കപ്പ് വന്നപ്പോ കുറെ ആളുകൾ മുസ്ലിമായിന്ന. അതൊക്കെ ഔദ്യോഗികമായ പഠനങ്ങളാണ്, അന്വേഷണങ്ങളാണ്. ഒരു ഭാഗത്തൂടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കും, ഒരു ഭാഗത്തൂടെ ഉള്ളത്. ഇപ്പൊ ശരിക്കും ദഅവത്ത് നടത്തേണ്ട അവനവന്റെ നഫ്സിനോടാ. എന്തിനാ? നമുക്ക് പല നന്മകളും കൈമോശം വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പ് പതിവുണ്ടായിരുന്ന പലതും ഇല്ലാതെ പോയിട്ടുണ്ട്. എന്തിയ കാരണം? തിരക്കാണ്. അതന്നെ. അപ്പൊ ഞാനും പറയും തിരക്കാന്ന്. ഇപ്പൊ സമയം കിട്ടുള്ള പഴയതുപോലെ. പണ്ടൊക്കെ സമയം കിട്ടുമായിരുന്നു. അന്ന് ഞാൻ 2500-3000 ഒക്കെ സലാത്തല്ലോ പറഞ്ഞു. ഇപ്പൊ നേരം കിട്ടണല്ലോ. ഇപ്പൊ നേരം കിട്ടണല്ലോ. എന്താന്നറിയില്ല. നേരം സന്ധ്യ ആവണ അറിയണില്ല. അതെ,
മനുഷ്യന് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയാ എന്ന ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോയത് അതൊരു രോഗാണത്, അതൊരു മാനസിക പ്രശ്നമാണത്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാ, പിടിച്ചോടുത്ത കാര്യങ്ങൾ എത്തിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് മൊബൈൽ നോക്കി സമയം നോക്കാൻ കഴിയില്ലല്ലോ. സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്താ അപ്പോഴായിരിക്കും മൂത്താപ്പാടെ മെസ്സേജ് ചെയ്ത്, അതോ അവൻ മെസ്സേജ് വിളിച്ചേർന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ അതിന്റെ പുറകെ പോകും. പിന്നെ അവിടെ നിന്ന് വാട്സാപ്പിൽ അതിങ്ങനെ പുറകോട്ട് ബാക്കടിച്ച് വരുമ്പോ പിന്നെ കാണാം ആരാണ്ട് അപ്പുറത്തെ വാട്സാപ്പ് ഗ്രൂപ്പില് കോഴിയുടെ പുറകെ പൂച്ച ഓടിയത് ഇതേ വിട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ടോ ആക്കി 2 MB ഡൗൺലോഡ് ചെയ്തു, അത് കണ്ട് അപ്പോഴേക്കും പിന്നെ വേറെ എന്തെങ്കിലും കാണും. ഇങ്ങനെ അങ്ങോട്ട് പോയി അവസാനം ഇതെന്താ പോവാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം പാഴാക്കുന്നവൻ ആയുസ്സാണ് പാഴാക്കുന്നതെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മോശമായിക്കൊണ്ടിരിക്കുക. പഴയ കാലത്തെ ഒരു ഉപ്പ ലക്ഷക്കണക്കിന് ദിക്റ് ചൊല്ലും, നമ്മളും ചൊല്ലുണ്ടാവും. ചിലപ്പോ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ട്, രാവിലെ തന്നെ രാവിലെ തന്നെ യൂട്യൂബ് ഓണാക്കി വെക്കാണ്. എന്താണെന്നറിയോ, 500 സ്വലാത്ത് ചെല്ലുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പാത്രം കഴുകുന്ന പെണ്ണിനെ എണ്ണം പിടിക്കണ്ട, രാവിലെ തന്നെ വീട്ടില് ഈ സ്വലാത്തിന്റെ വീഡിയോ അങ്ങനെ പ്ലേ ചെയ്യുക, ഉറക്ക ചെയ്യുക. അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന് സ്വലാത്തിൽ കൊണ്ടിരിക്കുകയാണ്, എണ്ണം പിടിക്കണ്ട. ആ വീഡിയോ തീരുമ്പോ 500 എണ്ണം ചൊല്ലി കഴിഞ്ഞു എന്നാ. മനസ്സിലായില്ല? 500 സ്വലാത്ത് ചൊല്ലുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് അതിങ്ങനെ വീട്ടില് അടുക്കളയില് സുബഹി കഴിഞ്ഞാൽ ഇങ്ങനെ ഓണാക്കി വെക്കും. എന്നിട്ട് എന്താണ്, വീട്ടുകാരത്തി രാവിലെ കുട്ടിയെ സ്കൂളിൽ വിടണം, മറ്റുള്ള എല്ലാ കാര്യം ഉണ്ടാവും, അതൊക്കെ നടക്കുന്നുണ്ട്. വർത്താനം പറയില്ല, അതിന് പകരം എന്ത് ചെയ്യും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആ വീഡിയോ തീരുമ്പോഴേക്കും ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഇതിനുള്ളിലായിട്ട് 500 സ്വലാത്ത് ചൊല്ലലും കഴിഞ്ഞു. ആ വീഡിയോ ഒരു ടൈമിംഗ് ആണ്. അതിനുള്ളില് കുക്കറില് അരി വെന്തിട്ടുണ്ടാവണം, കുട്ടിക്ക് പോവാനുള്ള ചോറ് റെഡിയായിട്ടുണ്ടാവണം, കുട്ടി എഴുന്നേറ്റിട്ടുണ്ടാവണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവണം. ഈ സ്വലാത്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്കൂൾ ബസ് വരലായി. ഇങ്ങനെ ഒരു ടൈമിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാർക്കുണ്ടായിട്ടില്ല, വല്ലുപ്പാക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് വല്ലുപ്പ ഹറാം ഇല്ലാത്ത ലോകത്ത് ജീവിച്ചു. ഇന്ന് ഓൺലൈൻ മജ്‌ലിസുകൾ ഒരുപാടുണ്ട്, ലക്ഷോപലക്ഷം ആളുകൾ കാണുന്ന പ്രഭാഷണങ്ങളുണ്ട്, ലക്ഷോപലക്ഷം. മുജീബ് റഹ്മാൻ ദാരിമി വന്ന് ഖുർആൻ ക്ലാസ് എടുത്തു, ഹജ്ജ് ക്ലാസ് എടുത്തു അല്ലേ? 5 ലക്ഷം ആളുകളാ യൂട്യൂബിൽ അത് കണ്ടത്. 5 ലക്ഷം ആൾക്കാര് ഹജ്ജിന് തന്നെ പോയിട്ടുണ്ടാവില്ല ചിലപ്പോ. ഇക്കഴിഞ്ഞ നമ്മുടെ ഹജ്ജ് ക്ലാസ് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ ദാരിമി ഉസ്താദ് വന്ന് ക്ലാസ് എടുത്തു അല്ലെ, നമ്മുടെ ഹാളിലെടുത്തത്. 5 ലക്ഷം ആളുകളാണ് യൂട്യൂബിൽ അത് കണ്ടത്. കാണാനും അറിയാനും അറിവുകളും ഇൽമുകളും ഓൺലൈൻ മജ്‌ലിസുകളും ഇബാദത്തുകളും പഠനങ്ങളും പഠിപ്പിക്കലുകളും അറിവ് പഠിക്കാൻ എല്ലാ മേഖലകളും ഒക്കെ ഉണ്ട്. അതിലപ്പുറം ഹറാമുകളും നിറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ അമലിന്റെ തസ്കിയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാ, അത് പ്രയാസമാ. അങ്ങനത്തെ ഒരു ദൗത്യം നമ്മുടെ ശരീരത്തോട് നമുക്കുണ്ടാവണം. ഒരു പ്രവാചക ദൗത്യം പോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദഅവത്ത് നമ്മൾ നമ്മോട് തന്നെ നടത്തണം. ഒരു ആയത്തോതിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ജനങ്ങളുടെ മനസ്സിന്റെ അകത്തെ ചിന്താഗതി പ്രകാശമില്ലാത്ത മനസ്സെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, ഈമാന്റെ വെളിച്ചമില്ലാത്ത മനസ്സെന്ന് മുമ്പ് പറഞ്ഞ പോലെ, മനുഷ്യന്റെ മനസ്സിന്റെ അകത്തെ വെളിച്ചം കെട്ടുപോകുന്ന കാലഘട്ടത്തില് അങ്ങനത്തെ ഒരു സമയത്താണ് അള്ളാഹു നിഅമത്തുകളെ എടുത്തു മാറ്റാ. അള്ളാന്റെ നിഅമത്താ തിരമാലയുടെ ഭംഗി. എന്തൊരു ഭംഗിയാ! പലരും പറയാറുണ്ട്, കടപ്പുറത്ത് പോയിരുന്ന സമയം പോണ അറിയൂല അല്ലെ? കടപ്പുറത്ത് പോയിരുന്ന സമയം പോണത് അറിയൂല. എന്നാ സുനാമി വന്നപ്പോ ഒന്ന് പോയിരുന്നെങ്കിലോ സമയം പോണതും അറിയൂല, ആള് പോണതും അറിയൂല. രണ്ടും സംഭവിക്കും അല്ലെ? എന്തുകൊണ്ട്? കടലിന്റെ ഗാനം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ നിഅമത്ത്. കാറ്റ്, തണുത്ത കാറ്റൊന്ന് വീശുമ്പോൾ അത് അല്ലാഹുവിന്റെ നിഅമത്താണ്.
മഴ ഒന്ന് പെയ്തിറങ്ങുമ്പോൾ മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസാണ്, യാത്ര ചെയ്യാൻ നല്ല രസാണ്. ഒരു ചാറ്റൽ മഴയ്ക്ക് എന്ത് സൗന്ദര്യമാണ്. അങ്ങനെ ഒക്കെ ഉണ്ട്. ഈ സൗന്ദര്യം എന്ന് നാം പറഞ്ഞതിനൊക്കെ അള്ളാഹു ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ ദുരന്തമാക്കിയിട്ടുണ്ട്. കാറ്റായിരുന്നു ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ എടുത്ത ആയുധം. മഹാന്മാരായ പൂർവികരായ അമ്പിയാക്കളുടെ സമൂഹത്തിൽ കാറ്റ് വന്നു. 7 രാത്രിയും 8 പകലും, അല്ലെങ്കിൽ 8 രാത്രിയും 7 പകലും. ആ കാറ്റ് വന്നപ്പോ ആ സമൂഹം ചൂടും തണുപ്പുമുള്ള കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ 60 മുഴവും 70 മുഴവും ഉയരമുള്ള വലിയ മനുഷ്യന്മാര് ജീവിച്ച കാലം, അത്രയും ആരോഗ്യമുള്ള അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാറ്റിനോട് പ്രതികരിക്കാനുള്ള കഴിവ് അവരുടെ ശരീരത്തിന് ഇല്ലാതെ പോയപ്പോ അവര് മരിച്ചു. ആ കാലഘട്ടത്തിലെ മൊത്തം ജനസംഖ്യ 4000 മനുഷ്യന്മാരായിരുന്നു. മഹാനായ സ്വാലിഹ് നബിയുടെയോ ഹൂദ് നബിയുടെയോ കാലഘട്ടത്തിൽ അത് സംഭവിച്ചിട്ടുള്ളത്. ഞാനൊരിക്കൽ രാമേശ്വരത്ത് പോയി പാമ്പമ്പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ, പാമ്പമ്പാലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു 4-4.5 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമുണ്ട്. അവിടെ ഉള്ള കാറ്റ് എന്ത് കാറ്റാണ്. മുണ്ടെടുത്തിട്ട് പോയി നിൽക്കാൻ പറ്റില്ല എന്നാണ് ആൾ പോയി മനസ്സിലായത്. ചില കാറ്റിന്റെ ഒക്കെ ശക്തി. ആ കാറ്റിൽ ചില സമയത്ത് തിരമാല ഈ പാലത്തോളം പൊങ്ങുന്ന കാറ്റൊന്നും പിടിച്ചിക്കാൻ പറ്റില്ല. പഴയ കാലത്ത് അവിടെ പാലങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയാ പഴമക്കാർ പറഞ്ഞു കേട്ടാണ്. അത്രയും കാറ്റായിരുന്നു. കാറ്റിന്റെ ശക്തിയൊന്നും. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. കാറ്റ് അള്ളാഹു അദാബാക്കും, മഴ അള്ളാഹു വെള്ളപ്പൊക്കമാക്കും. ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റും? ഒരാൾ പറഞ്ഞോലെ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം ഓർക്കുമ്പോൾ ഉറക്കം പോകുന്നു പറഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു, എനിക്കന്ന് ഉറക്കം കിട്ടായാണ്. എന്താ, ഉറങ്ങിക്കിടക്കുമ്പോ പൊട്ടുമെന്നുള്ളതാണല്ലോ ഈ ഉറക്കം പോണത്. വെള്ളം കുടിച്ചു മരിക്കാലോ എന്നുള്ളതാണ് ഒരു സമാധാനം ഉള്ളത് എന്ന് പറഞ്ഞ പോലെ. എവിടെയാ സമാധാനം ഉള്ളത്? ഒരു അടുത്തുമില്ല. ആലോചിച്ചോളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. മനുഷ്യന്റെ മനസ്സിന്റെ അകത്തുള്ള ചിന്താഗതി മാറുന്ന കാലത്താണ് അള്ളാഹു നിഅമത്തുകളെ അദാബാക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് റബ്ബിന്റെ ഭാഗത്ത് നിന്നും ഒരു വെളിച്ചം നമ്മുടെ മനസ്സിന്റെ അകത്ത് വന്നാൽ നമ്മുടെ അമലിന് ഉത്സാഹം കൂടും, നമ്മുടെ അമലിന് ശുഷ്കാന്തി കൂടും, നമ്മുടെ അമലുകൾക്ക് വളരെ ഇഖ്ലാസ് കൂടും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. രോഗികൾ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാ. മകന്റെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പിതാവ് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. പ്രായമുണ്ട്. അല്ലാഹുവേ ആ മകന് നീ ബോധം കൊടുക്കുക അല്ലാ. മാതാപിതാക്കളെ വന്ദിക്കാനും ആദരിക്കാനുമുള്ള ബുദ്ധി കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. RCCയിലെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദുആരക്കാൻ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ. ക്യാൻസർ രോഗത്തിന്റെ തുടക്കമുള്ള ഒരു സഹോദരിക്ക് വേണ്ടി കോഴിക്കോട് ട്രീറ്റ്മെന്റ്. റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ഭാര്യയുടെ കിഡ്നി ഭർത്താവിലേക്ക് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഇന്ന് കോഴിക്കോട് നടന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ. ഇരുവർക്കും റബ്ബേ ഇൻഫെക്ഷൻ ഇല്ലാതെ അത് സക്സസ് ആക്കി കൊടുക്കണം തമ്പുരാനെ. വിജയിപ്പിക്കണേ അല്ലാ. ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ദുആരക്കാൻ
ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി തേടുന്നവർക്ക് നീ ഖൈറായ നല്ല ജോലിയും വരുമാനവും അടുപ്പിച്ചു കൊടുക്കുക അല്ലാ. പേരക്കുട്ടിയുടെ ജോലി ഉണ്ടായിരുന്നത് പോയി ഇനി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ അല്ലാ. ഖൈറായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുക അല്ലാ. അല്ലാഹുവേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എളുപ്പത്തിൽ അവർക്കൊരു ജോലിയുടെ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാ. നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത പലരുടെയും പല ആവശ്യങ്ങൾ റബ്ബേ എല്ലാം നിനക്കറിയാം. തമ്പുരാനെ അവരുടെ ഹലാലായ മുറാദ് ഹസ്ലാക്കുക അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.